വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് S6 സെമസ്റ്ററിലെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ മൊഡ്യൂൾ 3യിലുള്ള കുറച്ച് ഡിസൈൻസ് ആണ്. അതിൽ മെയിനായിട്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് അക്വഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഡിസൈൻ എ സ്യൂട്ടബിൾ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഗിവൺ ദി ഫോളോയിങ് ഡേറ്റ അറ്റ് ദി ക്രോസിംഗ് ഓഫ് എ കനാൽ ആൻഡ് ഡ്രെയിനേജ്. ദ ഡീറ്റെയിൽസ് ഓഫ് കനാൽ: full supply discharge 32 cumex, full supply level reduced level to 13.5 meter, canal bed level 212.0 meter, canal bed width 20 meter, trapezoidal canal section 1.5 horizontal is to 1 vertical, canal water depth 1.5 meter, and then drainage high flood discharge 300 cumex, high flood level reduced level 210 meter, high flood depth 2.5 meter. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ഇത് അക്വഡക്റ്റ് ആണോ സൈഫൺ അക്വഡക്റ്റ് ആണോ ഏത് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ അക്വഡക്റ്റും സൈഫൺ അക്വഡക്റ്റും മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ്. കാരണം ഒരു വർഷം കഴിഞ്ഞ വർഷമോ അതിൻ്റെ അങ്ങേ വർഷമോ അല്ലാതെ ബാക്കി ഈ രണ്ടിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സ്ഥിരമായിട്ട് പ്രീവിയസ് ചോദിക്കാറുണ്ടായിരുന്നു. ഇത് മാത്രം പഠിച്ചുകൊണ്ട് പോകാനല്ല, എങ്കിലും ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, നമുക്കപ്പോൾ ഡിസൈനിലോട്ട് പോവാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. ക്രോസ് ഡ്രെയിനേജ് വർക്കിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രോബ്ലം അക്വഡക്റ്റ് ആണോ സൈഫൺ അക്വഡക്റ്റ് ആണോ എന്നറിഞ്ഞാൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്നതിൽ കനാലിന്റെ ബെഡ് ലെവൽ, ഡ്രെയിനേജിന്റെ ഹൈ ഫ്ലഡ് ലെവൽ, കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ, ഇത് മൂന്നും നമ്മൾ എടുക്കുക. ഇതിൽ അതനുസരിച്ച് ഒരു ലെവൽ വരച്ച് നോക്കിയാൽ മതി, നമുക്കിത് ഏതാണെന്ന് കിട്ടും. ഫസ്റ്റ് ഏറ്റവും കുറവ് ഡ്രെയിനേജിന്റെ ഹൈ ഫ്ലഡ് ലെവലാണ്, നമ്മളത് വരച്ചു. രണ്ടാമത് അതിന്റെ തൊട്ട് താഴെയായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ തൊട്ട് മുകളിലായിട്ട് കിടക്കുന്ന 212 കനാലിന്റെ ബെഡ് ലെവൽ, ഏറ്റവും മുകളിൽ കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം മുകളില് കനാലും താഴെ ഡ്രെയിനും വരുന്ന ഒരു കൺസെപ്റ്റിലാണ് ഇത് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ കനാൽ ഓവർ ഡ്രെയിൻ ആണ് വന്നേക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായി. സോ അതിൽ തന്നെ കനാൽ ഓവർ ഡ്രെയിൻ എന്ന് വെച്ചാൽ കനാല് മുകളിലും ഡ്രെയിന് താഴെയും. ഇതില് കനാലിന്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കനാലിന്റെ ബെഡ് ലെവൽ, ഇതാണ് കനാലിന്റെ ബെഡ് ലെവൽ. അപ്പം ഡ്രെയിനിന്റെ ഹൈ ഫ്ലഡ് ലെവൽ കനാൽ ബെഡിന്റെയും താഴെയാണ് എങ്കിൽ, എന്ന് വെച്ചാൽ കനാൽ ബെഡ് ലെവൽ കൂടുതലും ഹൈ ഫ്ലഡ് ലെവൽ താഴെയുമാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് അക്വഡക്റ്റ് എന്ന് പറയുന്നത്. അതാണ് അക്വഡക്റ്റ്. തിരിച്ചാണെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പൊ ഡ്രെയിനിന്റെ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നതും കനാൽ ബെഡിന്റെ ലെവലും വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ കനാൽ ബെഡ് ലെവൽ ഗ്രേറ്റർ ആണ്, ഹൈ ഫ്ലഡ് ലെവൽ കുറവാണെങ്കിൽ അത് അക്വഡക്റ്റും. തിരിച്ചെന്ന് പറയുമ്പോൾ കനാൽ ബെഡ് ലെവൽ കുറവും ഹൈ ഫ്ലഡ് ലെവൽ കൂടുതലുമായിരിക്കും. അങ്ങനത്തെ കേസാണ് പറയുന്നതെങ്കിൽ അത് സൈഫൺ അക്വഡക്റ്റും ആയിരിക്കും. അപ്പം നമ്മുടെ ഈ കേസ് എന്ന് പറയുന്നത് അക്വഡക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞു, അക്വഡക്റ്റ് ആണെന്ന് മനസ്സിലായി. ഇനി അക്വഡക്റ്റിന്റെ ഡിസൈൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ ആണ്. ഡ്രെയിനേജിന്റെ വാട്ടർവേ ഡിസൈൻ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ലസീസ് റെജീം തിയറി ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ നോട്ട് ചെയ്യുക, ലസീംസ് റെജീം തിയറി. ഈ ലസീംസ് റെജീം തിയറിയിൽ റെജീം പെരിമീറ്റർ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ലെങ്ത് ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ P = 4.75 √Q. ഇതിൽ Q എന്ന് പറഞ്ഞാൽ ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് ഓഫ് ഡ്രെയിൻ ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 300 cumex ആണെന്ന്. ഓക്കെ, ഹൈ ഫ്ലഡ് ഡിസ്ചാർജ് 300 cumex. സോ അപ്പോൾ P = 4.75 √300 നമുക്ക് കിട്ടുന്ന 82.3 മീറ്റർ ആണ് ലെങ്ത് ഓഫ് ഡ്രെയിനേജ് വാട്ടർവേ. ഓക്കെ, ഇത്രയോ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഡ്രെയിനേജ് വാട്ടർവേ എന്ന് പറയുന്നത്. ഇനി ഇത് ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത് ബേ. ഇത് ഈ ഡിസ്റ്റൻസ് നമ്മൾ ബേ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ എത്ര ബേ ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ സ്പാൻ അസ്യൂം ചെയ്യുകയാണ്. ഇപ്പം എന്തായാലും പിയേഴ്സ് കാണുമല്ലോ. അപ്പോൾ പിയേഴ്സിനിടയിലുള്ള ഒരു ക്ലിയർ സ്പാൻ നമ്മൾ അസ്യൂം ചെയ്ത് കൊടുക്കുന്നുണ്ട് 9 മീറ്റർ ആണെന്ന്. പിയറിന്റെ തെക്നെസ് 1.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഈ കാണുന്ന എത്ര നമ്പർ ഓഫ് ബയേഴ്സ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. സോ നമ്പർ ഓഫ് ബയേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർവേയുടെ ഡ്രെയിനേജ് വാട്ടർവേയുടെ ലെങ്ത് ഡിവൈഡഡ് ബൈ
അതുപോലെ തന്നെ ക്ലിയർ സ്പാന് പ്ലസ് നമ്മുടെ തിക്നെസ് ചെയ്താൽ മതിയാവും. തിക്നെസ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ബേസ് കിട്ടും. നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത് 7.83 ബേസ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും ഈ നമ്പേഴ്സ് ചോദിക്കുന്ന സമയത്ത് പോയിന്റ് വരുന്നത് നമ്മൾ എഴുതരുത്. ഇപ്പം 7.01 ആയാൽ പോലും നമ്മൾ എഴുതേണ്ടത് 8 ഓക്കെ. അപ്പം നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത് നമുക്ക് എത്ര പോയിന്റ് വരുമ്പോൾ എഴുതാൻ പാടില്ല. കാരണം ഇപ്പം 7ന് താഴെയുള്ള വാല്യൂ ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 7 കൊടുക്കാം. അല്ലാതെ 7.83 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 8 കൊടുക്കാൻ പറ്റുള്ളൂ. സോ നമ്പർ ഓഫ് ബേസ് എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്? നമ്പർ ഓഫ് പില്ലേഴ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പില്ലേഴ്സ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബൈസിൽ നിന്ന് 1 കുറച്ചാൽ നമുക്ക് നമ്പർ ഓഫ് പില്ലേഴ്സ് കിട്ടും. സോ 8 - 1 ചെയ്യുന്ന സമയത്ത് 7 പില്ലേഴ്സ് എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൽ അടുത്ത് കണ്ടുപിടിക്കാണ്ട് നമ്മൾ വാട്ടർ വേയുടെ ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ വാട്ടർ വേയുടെ വിഡ്ത്ത് ആണ്. വിഡ്ത്ത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കിവിടെ ബേസ് നോക്കാം. ഈ ബേസ് ഇൻറ്റു അവിടുത്തെ ക്ലിയർ സ്പാൻ എടുക്കുക പ്ലസ് ശ്രദ്ധിക്കുക നമ്പർ ഓഫ് ബേസ് ഇൻറ്റു ക്ലിയർ സ്പാന് പ്ലസ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പില്ലേഴ്സ് എടുക്കുക. നമ്പർ ഓഫ് പില്ലേഴ്സ് ഇൻറ്റു നമ്മുടെ അവിടുത്തെ തിക്നെസ് കൂടെ എടുത്താൽ മതിയാവും. ഓക്കെ, ഇത് വെച്ചിട്ടാണ് ആക്ച്വൽ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം കറക്റ്റ് ആ വിഡ്ത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. പില്ലേഴ്സ് എടുക്കുക, പില്ലേഴ്സ് എത്ര എണ്ണം ഉണ്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഇടയിലുള്ള ആ സ്പാൻ എടുക്കുക പ്ലസ് ബേസ് എടുക്കുക, ബേസിന് ഇടയിലുള്ള തിക്നെസ്സും എടുക്കുക. ബേസിന് ഇടയിലെന്ന് വെച്ചാൽ അവിടെ ബേസിനിടയിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പിയേഴ്സിൻ്റെ തിക്നെസ് എടുക്കുന്ന സമയത്ത് ആക്ച്വൽ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ കിട്ടും. ഇനി ഈ ചെയ്ത ഡിസൈൻ കറക്റ്റ് ആണോ എന്ന് നമുക്കറിയണ്ടേ? അപ്പോൾ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കുന്നത്. ആക്ച്വൽ വിഡ്ത്ത് ഓഫ് വാട്ടർ വേ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത വിഡ്ത്തിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് കൂടുതലായിരിക്കണം. ആദ്യം കണ്ടുപിടിച്ച ലെങ്തിനേക്കാളും. ആദ്യം കണ്ടുപിടിച്ചത് 82.3 ആണ്. സോ ഇപ്പോൾ കണ്ടുപിടിച്ചത് 82.5 ആണ്. അപ്പോൾ എങ്ങനെയാണ്? ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസം ആയാൽ പോലും നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് കൂടുതൽ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താണ്? സേഫ് ഡിസൈൻ ആണ്. ഇത് നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കറിയാം. ഈ 9 എടുത്തതും 1.5 എടുത്തതും 1.5 കണ്ടോ തിക്നെസ് ആണ് എടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെ ഇടയിലുള്ള ക്ലിയർ സ്പാനാണ് ഈ 9 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ഈ ഫിഗർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത ഇത്രയും ഡിസൈൻ എന്താണെന്ന് മനസ്സിലായി, സേഫ് ആണ് എന്ന് മനസ്സിലായി. അടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് കനാലിൻ്റെ വാട്ടർ വേ ആണ്. ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേ. കനാൽ വാട്ടർ വേ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് പറയുന്ന ബെഡ് വിഡ്ത്ത് ഓഫ് കനാലാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20 മീറ്റർ എന്ന്. അതുപോലെ തന്നെ മാക്സിമം ഫ്ലൂമിംഗ് എന്ന് പറയുന്നത് 50% ആണ് ഒറിജിനൽ വിഡ്ത്ത് ഓഫ് കനാലിൽ നിന്ന് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഈ ഫ്ലൂംഡ് വിഡ്ത്ത് ഓഫ് കനാലാണ് നമുക്കിനി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്ലൂംഡ് വിഡ്ത്ത് ഓഫ് കനാൽ എന്ന് പറയുമ്പോൾ BF ആണ് ഞാൻ എടുത്തേക്കുന്നത്. സോ 20 × 20 എന്ന് പറയുന്ന കനാലിൻ്റെ വിഡ്ത്ത്. അതിൽ 50% റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പെർസെൻറ്റേജ് ആയതുകൊണ്ട് 50/100. സോ നമുക്ക് കിട്ടുന്ന ലെങ്ത് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 10 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിവിടെ സ്പ്ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സ്ലോപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ട് ചെയ്യുന്ന വശത്തുമുണ്ട്, എക്സ്പാൻഷൻ ചെയ്യുന്ന വശത്തുമുണ്ട്. ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അതേ വാല്യൂ എടുക്കുക, ഇല്ലെങ്കിൽ അസ്യൂംഡ് വാല്യൂ വേണം നിങ്ങൾ കൊടുക്കേണ്ട. കോൺട്രാക്ഷൻ ചെയ്യുന്നിടത്ത് ഞാൻ 2:1 എക്സ്പാൻഷൻ ചെയ്യുന്നിടത്ത് ഞാൻ 3:1 ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുശേഷം കോൺട്രാക്ഷൻ്റെ ആ ഒരു ട്രാൻസിഷൻ ലെങ്തും എക്സ്പാൻഷൻ്റെ ട്രാൻസിഷൻ ലെങ്തും കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഒറിജിനലി 10 മീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. കനാലിൻ്റെ ബെഡ് 20 മീറ്റർ ആണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഞാൻ ഈ എടുക്കുന്ന സമയത്ത് ഒരു സ്ലോപ്പ് കാണുമല്ലോ. അപ്പോൾ സ്ലോപ്പ് എടുക്കുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഈ ഒരു രീതിയിൽ നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറ്റ് ഞാൻ 5 ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി അത് വെച്ചിട്ട് ഞാൻ ആദ്യം നോക്കാൻ പോകുന്ന കോൺട്രാക്ഷൻ്റെ ട്രാൻസിഷനാണ്. കോൺട്രാക്ഷൻ്റെ ട്രാൻസിഷൻ ഈ ഒരു രീതിയിലായിരിക്കും നടക്കുന്നത്. ഈ ഒരു ഫിഗർ ഇത് തന്നിരിക്കുന്ന ട്രയാങ്കിൾ പോർഷനാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ പോർഷൻ 2:1 ആണ്. 2:1 ഈ ഹൈറ്റ് നമുക്കറിയാം. സോ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? 2/1 = x/5 ചെയ്തിട്ട് എക്സിൻ്റെ വാല്യൂ അതിൽ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതേ സെയിം വേ ആണ് എന്തിനും പറയുന്നത്? എക്സ്പാൻഷൻ ട്രാൻസിഷനും പറയുന്നത്. 3/1 = x/5 15 മീറ്റർ. ഓക്കെ, അപ്പോൾ ഡിസൈൻ ഓഫ് കനാൽ വാട്ടർ വേ നമുക്ക് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിസൈൻ ഓഫ് ബെഡ് ലെവൽ അറ്റ് ഡിഫറെൻറ്റ് സെക്ഷൻസിലുള്ള ബെഡ് ലെവൽസ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ ഒരു സെക്ഷൻ്റെ കണ്ടുപിടിച്ച സ്റ്റെപ്പ് ഏകദേശം എല്ലാം ഒന്ന് തന്നെ, പക്ഷെ നമുക്ക് ഇക്വേഷൻസിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. എക്സ്പാൻഷൻ സംഭവിക്കുന്നിടത്ത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷനാണ്. അതുപോലെ ആ സെക്ഷൻസ് റെക്റ്റാങ്കുലർ ആണെങ്കിൽ ഒരെണ്ണം, ട്രപ്പിസോയിഡൽ ആണെങ്കിൽ ആ ഏരിയ കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസമുണ്ട്.
അതുപോലെ വെലോസിറ്റിയിൽ ലോസ് കണ്ടുപിടിക്കുന്നതിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസമാണ് വരുന്നത്. അല്ലാതെ ചെയ്യാൻ വളരെയധികം എളുപ്പമാണ് ഒരെണ്ണം ചെയ്യാൻ അറിയാമെങ്കിൽ. അപ്പോൾ ഈ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചത് വെച്ചിട്ടുള്ള ഞാൻ ഫിഗറാണ് വരച്ചേക്കുന്നത്. അപ്സ്ട്രീം സൈഡ് കനാലിൻ്റെ ബെഡ് ലെവൽ നമുക്ക് എത്രയെന്ന് അറിയാം. ഡൗൺ സ്ട്രീം സൈഡ് ഉണ്ട്. അതുപോലെ ഈ ഒരു 10 മീറ്റർ ട്രഫിൻ്റെ പോർഷൻ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. LC കണ്ടുപിടിച്ചായിരുന്നു, LE കണ്ടുപിടിച്ചായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാട്ടർ വേയുടെ ലെങ്തും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻ ചെയ്തത്. ഇതിൽ നിന്ന് നമ്മൾ ഓരോ സെക്ഷൻസ് ആയിട്ട് മാറ്റി ഇനി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് സെക്ഷൻസ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ ഈ കാണുന്ന പോർഷനാണ്. എൻ്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ സെക്കൻഡ് സെക്ഷൻ, തേർഡ് സെക്ഷൻ, ഫോർത്ത് സെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇനി ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ ഈ താഴെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സെക്ഷൻ വരുന്ന സമയത്ത് അത് ട്രപ്പീസിയം ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ട്രപ്പിസോയിഡായിട്ടും ആ നടുക്ക് വരുമ്പോൾ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ബേസ് ചെയ്തിട്ടും ആയിരിക്കും നമ്മളിനി എടുക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് സെക്ഷൻ 4.4 നോക്കാം. സെക്ഷൻ 4.4 എടുക്കുന്ന സമയത്ത് നമുക്ക് ഫിഗർ ഈ ഒരു രീതിയിലല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയാൽ മതിയാവും. ഫിഗർ ഈ രീതിയിലാണ്. അതുപോലെ ഈ 1.5 മീറ്റർ ഡെപ്തിൻ്റെ കാര്യം എല്ലാം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. 20 മീറ്റർ ആണ് അതിൻ്റെ ബെഡ് വിഡ്ത്തും വരുന്നത്. സോ ഇതിൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് നമുക്ക് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പം ബെഡ് ലെവലിൻ്റെ കാര്യമാണ്. അത് നമ്മൾ ആ ഹെഡിങ്ങിൽ തന്നെ പറയുന്നുണ്ട്. ബെഡ് ലെവൽ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബെഡ് ലെവൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ അവിടുത്തെ ടോട്ടൽ എനർജി ലെവലൊക്കെ കറക്റ്റായിട്ട് കണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ അതിലോട്ട് ആദ്യം പോകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പം താഴേന്ന് പറഞ്ഞു പോവാം. കാരണം നമുക്കിവിടെ ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി ഈസ് മസ്റ്റ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആകെയുള്ള കയ്യിലുള്ള ഇക്വേഷൻ Q = A × V. ഇതിൽ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഏരിയയാണ്. ഏരിയ കണ്ടുപിടിക്കാൻ ട്രപ്പീസിയമാണ്, ട്രപ്പിസോയിഡാണ്. A4 = B + N എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്ലോപ്പ് ഇൻറ്റു D, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് D. അപ്പോൾ 20 + 1.5 ഡെപ്ത്, സ്ലോപ്പ് 1.5 × 1.5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ കിട്ടി. ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ Q = A × Vയിൽ നമുക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 32 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് V കണ്ടുപിടിക്കണമെങ്കിൽ 32 കിട്ടിയ A ചെയ്താൽ പോരെ. നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി എത്രയാണെന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി എത്രയാണെന്ന് കിട്ടും. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 0.958 മീറ്റർ/സെക്കൻഡ് എന്നാണ് കിട്ടിയത്. ഇത് യൂസ് ചെയ്ത് ഇനി ഞാൻ കണ്ടുപിടിക്കേണ്ടത് വെലോസിറ്റി ഹെഡാണ്. വെലോസിറ്റി ഹെഡ് എന്ന് പറഞ്ഞാൽ V4² / 2g. V4 എനിക്ക് കിട്ടിക്കഴിഞ്ഞു. 2 × g എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 9.81. ഇത് ചെയ്യുമ്പോൾ വെലോസിറ്റി ഹെഡ് കിട്ടും. വെലോസിറ്റി ഹെഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കനാൽ എടുത്തിരിക്കുന്ന ആ ഫോർത്ത് സെക്ഷന്റെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ബെഡ് ലെവൽ കണ്ടുപിടിക്കാനെന്ന് വെച്ചാൽ ഇത് ഡയറക്റ്റ് 2 and 2 നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത് നോക്കേണ്ട ഈ സെയിം സെക്ഷന്റെ വാട്ടർ സർഫസ് കണ്ടുപിടിക്കുമ്പോൾ ഈ 2 and 2ന്റെ കൂടെ തന്നെ നമുക്കുള്ള 1.5 ആഡ് ചെയ്യണം. അപ്പോൾ 213.5 മീറ്റർ എന്ന് കിട്ടും. അതിനുശേഷം ചെയ്യേണ്ട ഈ ഫോർത്ത് സെക്ഷന്റെ ടോട്ടൽ എനർജി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ടോട്ടൽ എനർജി ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ വാട്ടർ സർഫസ് ലെവൽ പ്ലസ് വെലോസിറ്റി ഹെഡ് ചെയ്യണം. എന്ന് വെച്ചാൽ 213.5 പ്ലസ് വെലോസിറ്റി ഹെഡ് 0.046 ആണ് വരുന്നത്. ചെയ്യുമ്പോൾ നമുക്ക് ഫോർത്ത് സെക്ഷന്റെ ടോട്ടൽ എനർജി ലൈൻ കിട്ടും. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെക്ഷനാണ് ഇനി ചെയ്യാൻ പോകുന്നത്, സെക്ഷൻ 3.3. അപ്പോൾ സെയിം ഡെപ്ത് തന്നെയാണ് ഇവിടെയും നമ്മൾ എടുക്കുന്നത്, 1.5. ആ ത്രൂ ഔട്ട് ദി ചാനലിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ബെഡ് വിഡ്ത്ത് നോക്കാം. ബെഡ് വിഡ്ത്ത് ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാൽ മതി. ബെഡ് വിഡ്ത്ത് എന്ന് പറയുമ്പം തേർഡ് സെക്ഷനാണ് ഞാൻ ഈ പറയുന്നത്, 10 മീറ്റർ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഏരിയ നമ്മുടെ റെക്ടാങ്കിൾ സെക്ഷൻ ആയിട്ടാണ് വരുന്ന ഏരിയ 10 × 1.5 ആണ് വരുന്നത്, 15 മീറ്റർ സ്ക്വയർ. ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് നമുക്ക് Q ഓൾറെഡി ഉണ്ട്. A3 ആകുമ്പോൾ 213 മീറ്റർ/സെക്കൻഡ് കിട്ടും. ഇതിൽ ശ്രദ്ധിക്കേണ്ട വെലോസിറ്റി ഹെഡിന്റെ ഫോർമുലയിൽ വീണ്ടും ചേഞ്ച് ഇവിടെ വന്നിട്ടുണ്ട്. വീണ്ടും ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമില്ല. അവിടെ V4 എടുത്തു, ഇവിടെ V3 എടുത്തു. ഇക്വേഷൻ സെയിം തന്നെയാണ്, V3² / 2g. അപ്പോൾ അതിൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ 2.13 × 2 × 9.81.
നമുക്ക് ആൻസർ വന്നു. അവിടുത്തെ പോലെയല്ല, ഇവിടെ ചേഞ്ച് ചെയ്താണ് നമുക്ക് വന്നത്, കാരണം ഏരിയയൊക്കെ വ്യത്യാസമാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ ലോസ് ഓഫ് ഹെഡ് എക്സ്പാൻഷൻ ആണ് വരുന്നത്. ഒരു 33 to 44 എന്നുള്ള സെക്ഷനിലോട്ട് വരുന്ന ഉള്ള ട്രാൻസിഷൻ ആണ് നമ്മളിവിടെ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ 0.3 ഇൻറ്റു V3² മൈനസ് V4² 2G. ഇത് പഠിച്ചു തന്നെ വെച്ചേക്കാം. ആ ട്രാൻസിഷന്റെ 3യിൽ നിന്ന് 44 വരെയുള്ള ട്രാൻസിഷനിൽ ഉണ്ടാവുന്ന ലോസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് 0.3 ഇൻറ്റു V3² മൈനസ് V4² 2G. ഇത് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിലൊക്കെ ലോസസ് പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ V3 അറിയാം, V4 അറിയാം, G അറിയാം. ഇതെല്ലാത്തിൻ്റെ വാല്യൂ അറിയാം. നമുക്ക് 0.056 മീറ്റർ കിട്ടും. ഇനിയുള്ളതെല്ലാം സെയിം ആണ്. നേരത്തെ റെഡ്യൂസ്ഡ് ലെവൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സെക്ഷൻ 3.3യുടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് TL അറ്റ് സെക്ഷൻ 3.3. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് എന്താണ് ടോട്ടൽ എനർജി ലൈനാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ എനർജി ലൈനിൽ നമ്മുടെ 4th സെക്ഷനിൽ ഇതാ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 213.546. അതിൻ്റെ കൂടെ നമ്മുടെ എന്ത് ചെയ്താൽ മതി, ഇപ്പം കണ്ടുപിടിച്ച ലോസസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് സെക്ഷൻ 3.3 കിട്ടും. ഇതിൽ അടുത്ത് കണ്ടുപിടിക്കേണ്ട ഇതേ സെയിം സെക്ഷൻ്റെ തന്നെ വാട്ടർ സർഫസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആൻസർ നമുക്ക് ഇപ്പോൾ കിട്ടിയ ടോട്ടൽ എനർജി ലൈനിൻ്റെ സെക്ഷൻ 3.3യുടെ ടോട്ടൽ എനർജി ലൈനിൻ്റെ റെഡ്യൂസ് ലെവല് മൈനസ് വെലോസിറ്റി ഹെഡ് നമ്മൾ ചെയ്യുക. വെലോസിറ്റി ഹെഡും നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, V3² 2G. ഇനി അടുത്തെന്ന് പറയുമ്പോൾ ഇതിന്റെ ബെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയ വാട്ടർ സർഫസ് എടുക്കുക. വാട്ടർ സർഫസ് മൈനസ് അവിടുത്തെ 1.5 ചെയ്താൽ മതിയാവും. നിങ്ങൾ ഈ 2 സ്റ്റെപ്പ് ഒന്ന് നോക്കിയാൽ മതി. നേരെ റിവേഴ്സ് കണ്ടീഷൻ പോലെയാണ് നമുക്ക് തോന്നുന്നത്, ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പോൾ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ ഈസിയാണ്. അടുത്ത് പറയുന്നത് സെക്ഷൻ 2.2 ആണ്. സെക്ഷൻ 2.2 എടുക്കുമ്പോഴും അവർ 2.2ൽ നിന്ന് 3.3 എന്ന രീതിയിലാണ് അവർ എടുത്തിരിക്കുന്നത്. അവരുടെ ഒരു ടഫ് സെക്ഷൻ ആണ്, കോൺസ്റ്റന്റ് ആണ്. ആ ഏരിയ ഓഫ് വെലോസിറ്റി നമ്മൾ 2.2ന്റെയും സെയിം ആസ് at 3.3 ആണ് എടുക്കുന്നത്. ഈ 2.2ൽ നിന്ന് 3.3യിലോട്ട് വരുന്ന സെക്ഷനിൽ ഫ്രിക്ഷൻ ലോസ് ഉണ്ടാവും, ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിനി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്രിക്ഷൻ ലോസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ മാനിങ്സ് ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്. മാനിങ്സ് ഫോമുല എന്ന് പറഞ്ഞാൽ അറിയാലോ, V = 1/n R⁻²3 S⁻²1/2 എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത്. ആ എസ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്നത് ഹെഡ് ലോസ് ബൈ L എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇക്വേഷൻ കൊടുക്കുന്നത്. അവിടെ എസിന്റെ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് പോകുന്നത്. അപ്പം 1/n × R⁻²3 HL/L⁻1/2. ഇതിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ട HLന്റെ ഇക്വേഷൻ ആണ്. കാരണം ഫ്രിക്ഷൻ ലോസ് ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HL = n² × V² × L/R⁴/3. n എന്ന് പറയുന്ന റിജിഡിറ്റി കോഎഫിഷ്യന്റ് ആണ്. അത് ഒരു കോൺക്രീറ്റ് ട്രഫ് ഒക്കെ ആണെങ്കിൽ അതിന്റെ വാല്യൂ 0.016 ആണ്. അതൊന്ന് അറിഞ്ഞിരിക്കുക. 0.016 ആണ് ഞാൻ എടുത്തേക്കുന്നത്. L നമുക്കറിയാം, ലെങ്ത് ഓഫ് വാട്ടർ വേ അറിയാം, ഡ്രെയിനേജ് വാട്ടർ വേ. R എന്ന് വെച്ചാൽ മീൻ ഹൈഡ്രോളിക് ഡെപ്ത് ആണ്. ഓക്കെ, ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ആണ്. R എന്ന് പറയുന്ന R = A/P എന്നാണ് പറയുന്നത്. ഇതിൽ A എന്ന് പറയുമ്പോൾ ട്രഫ് സെക്ഷൻ ആണ്, 10 × 1.5 ബൈ P എന്ന് പറയുമ്പോൾ 10 + 2 ഇൻറ്റു ആ ഒരു 1.5 ചെയ്താൽ മതിയാവും. നമുക്ക് ആൻസർ വരുന്നത് 1.16 എന്നാണ് വരുന്നത് ആൻസർ. ഓക്കെ, അപ്പോൾ ആറും കിട്ടി. V കിട്ടിയ ഇനി വേറെ ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തപോലെ Q/A ചെയ്താൽ മതി. 32/A എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 15. സോ 2.13 m/s. ഈ എല്ലാ കിട്ടിയ ആൻസേഴ്സും കൂടെ എക്സലിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.0787 ആണ് കിട്ടുന്നത്. അതിനെ റൗണ്ട് ചെയ്ത് 0.079 മീറ്റർ ആയിട്ട് നമ്മൾ ചെയ്തു. ഇനി വീണ്ടും നേരത്തെ സ്റ്റെപ്പ് പോലെ തന്നെയാണ്. എന്താണ്, സെക്ഷൻ 2ന്റെ ടോട്ടൽ എനർജി ലൈൻ കണ്ടുപിടിച്ചു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, 3.3 സെക്ഷൻ്റെ ടോട്ടൽ എനർജി ലൈൻ എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ഫ്രിക്ഷൻ ലോസ് ആഡ് ചെയ്യുക. അതുപോലെ വാട്ടർ സർഫസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് ടോട്ടൽ എനർജി ലൈൻ അറ്റ് 2.2 സെക്ഷൻ എടുക്കുക, മൈനസ് നമ്മുടെ വെലോസിറ്റി എടുക്കുക. ഓക്കെ, വെലോസിറ്റി മൈനസ് ചെയ്താൽ മതിയാവും. ലോസ് ഓഫ് വെലോസിറ്റി ആണ്, വെലോസിറ്റി ഹെഡ് അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, വെലോസിറ്റി ഹെഡ്. ഓക്കെ, നമ്മളിവിടെ ഓൾറെഡി ആ 3rd സെക്ഷനിൽ കണ്ടുപിടിച്ചിരിക്കുന്ന വെലോസിറ്റി ഹെഡാണ് ഉദ്ദേശിച്ചത്, ഈ ഒരു വാല്യൂ 0.232. അപ്പോൾ നമുക്ക് വാട്ടർ സർഫസിൻ്റെത് കിട്ടും. അതുപോലെ അടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ 2.2 സെക്ഷൻ്റെ ബെഡ് ലെവലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ സർഫസ് എടുക്കുക, മൈനസ് വീണ്ടും അഗൈൻ ഡെപ്ത് തന്നെ മൈനസ് ചെയ്താൽ മതി. 211.949 എന്ന് കിട്ടും. നമ്മളപ്പോൾ സെക്ഷൻ 2.2 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 1.1. അതിൽ നമ്മൾ 1.1 നിന്ന് 2.2 ആ ഒരു സെക്ഷനാണ് നമ്മളിവിടെ ഒരു ട്രാൻസിഷനാണ്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ഷൻ്റെ ട്രാൻസിഷനാണ് നമ്മളിനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതിൻ്റെ ലോസ് കണ്ടുപിടിക്കാൻ 0.2 × V2² - V1² 2G ആണ്. V2 അറിയാം നമുക്ക്. അതുപോലെ തന്നെ V1 നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്തിൻ്റെ വാല്യൂം ചെയ്യണം, V1ൻ്റെ വാല്യൂ ചെയ്യുക. V1ൻ്റെ വാല്യൂം ചെയ്തിട്ട് നമ്മൾ 0.2 V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2G ഇതിൻ്റെ ബാക്കി എല്ലാ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ലോസായി. ലോസിന് ശേഷം നമ്മളിവിടെ ചെയ്യുന്നത് റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് എന്താണ് ടോട്ടൽ എനർജി ലൈനറ്റ് 1 ആണ്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തത് പ്ലസ് അവിടുത്തെ ലോസ് ആണ് എടുക്കുന്നത്. എന്നുവെച്ചാൽ സെക്കൻഡ് സെക്ഷനിൽ എടുത്ത റെഡ്യൂസ്ഡ് ലെവൽ പ്ലസ് അവിടുത്തെ ലോസ് ഇൻ കോൺട്രാക്ഷൻ ആണ്. അടുത്ത് പറയുന്നത് അതിൻ്റെ വാട്ടർ സർഫസ് എടുക്കുമ്പോൾ ഈ കിട്ടിയ ടോട്ടൽ എനർജി ലൈന് ഫസ്റ്റ് സെക്ഷൻ മൈനസ് അവിടുത്തെ എന്താണ് വെലോസിറ്റിയുടെ ഹെഡാണ് എടുക്കുന്നത്. വെലോസിറ്റി ഹെഡ് 0.046 ആണ്. അപ്പം അത് നമ്മൾ വെലോസിറ്റി ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 213 പോയിന്റ്. ഇതിപ്പം എടുക്കുന്ന സമയത്ത് വലിയ വ്യത്യാസമില്ല, കാരണം സിമിലർ ആണ്. എന്തുമായിട്ട് സിമിലർ ആണ്? നമ്മൾ ഫസ്റ്റ് എടുത്ത സെക്ഷനുമായിട്ട് ഏകദേശം സിമിലർ ആണ് നമ്മളിപ്പോൾ പറയുന്ന ഫസ്റ്റ് സെക്ഷൻ. അപ്പോൾ വെലോസിറ്റിയൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ സിമിലർ വാല്യൂസ് സെയിം പാറ്റേൺ ആണെങ്കിൽ അങ്ങ് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് 213.672 കിട്ടും. ബെഡ് ലെവൽ അറ്റ് 1 ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കിട്ടിയ വാട്ടർ സർഫസ് മൈനസ് വീണ്ടും അഗൈൻ ഡെപ്ത് മൈനസ് ചെയ്യുക. നമുക്ക് 212.172 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ സെക്ഷൻ എന്തും കഴിഞ്ഞു, ഫസ്റ്റ് സെക്ഷനും കഴിഞ്ഞു. ഇനി ഈ കിട്ടിയതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യുക, വരയ്ക്കുക. ആ ഏകദേശം ഒരു ഷേപ്പൊക്കെ സെറ്റ് ചെയ്ത് ഇതറിയാമല്ലോ, കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെന്ന് കാണിക്കാനുള്ള സിമ്പിളാണ് ഇത്. മസ്റ്റായിട്ട് കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കുക. 20 ആണെന്ന് നമുക്കറിയാം, ഇവിടുത്തെ 20 ആണെന്ന് അറിയാം. സോ എന്ത് ചെയ്യുക, ഈ അറിയാവുന്ന വാല്യൂസ് എല്ലാം നമ്മൾ കൊടുക്കുക. 20, 10, 20, ഈ 10 മീറ്റർ നമുക്കറിയാം, 15 അറിയാം, 82.5. ഇപ്പോൾ കണ്ടുപിടിച്ച റെഡ്യൂസ്ഡ് ലെവൽ എല്ലാം വെച്ചിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ടോട്ടൽ കണ്ടുപിടിക്കാനല്ല, നമ്മൾ ഡ്രോ ചെയ്യണം ടോട്ടൽ എനർജി ലൈൻ. നമ്മൾ 3 സംഭവങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 3 ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചോ ആ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ആ ട്രാൻസിഷൻ്റെ ഡിസൈൻ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് കോൺട്രാക്ഷൻ്റെ ട്രാൻസിഷൻ ആണ്. അതിൽ ഡെപ്ത് മെയിനായിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുന്നത് ട്രാൻസിഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ. അതുപോലെ ഇതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മിട്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ. മിട്രാസ് ഹൈപ്പർബോളിക് ട്രാൻസിഷൻ ഇക്വേഷൻ. Bx is equal to Bn into Bf LF by LF Bn minus x into Bn minus Bf എന്നുള്ള ഇക്വേഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വാല്യൂസും നമുക്കറിയാം. LF എന്താണെന്ന് അറിയാം, BF അറിയാം, Bn അറിയാം. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി വാല്യൂസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഈ ഒരു ഫിഗർ നമ്മൾ നോക്കാം. ഫിഗർ നോക്കുന്ന സമയത്ത് എന്താണ് BX, X അല്ലെങ്കിൽ ഈ തന്നിരിക്കുന്ന BN ഇതിൻ്റെയൊക്കെ വാല്യൂ L, F ഇതിൻ്റെയൊക്കെ വാല്യൂ ഈ ഒരു ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ട് എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല, അതും പറയാം. എക്സിൻ്റെ വാല്യൂ നമുക്കറിയില്ല, എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ കിടക്കും. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ കിടക്കുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇനി ഈ 10 മീറ്റർ അല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 10 മീറ്ററിൻ്റെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഒരു 0, 2, 4, 6, 8, 10 ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിൽ തന്നെ ഈ ഒരു ഇക്വേഷനിൽ എക്സിൻ്റെ വാല്യൂവിന് ഫസ്റ്റ് 0 കൊടുക്കുക, 10 അടുത്ത് 2 കൊടുക്കുക, അപ്പോൾ ഒരു വാല്യൂ കിട്ടും. അങ്ങനെ എക്സിൻ്റെ സ്ഥാനത്ത് 4, 6, 8, 10 ഇത് ഓരോന്നും കൊടുക്കുമ്പോൾ ഉള്ള വാല്യൂസാണ് ഈ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത് ചെയ്യാണ്ട് ഇതേ സെയിം പാറ്റേണിൽ തന്നെ എക്സ്പാൻഷൻ ട്രാൻസിഷൻ ചെയ്യണം. അതിനും ഇതാണ് ഫിഗർ ഒന്ന് നോക്കുക. BXന്റെ കാൽക്കുലേഷൻ ഫോർമുല സെയിം തന്നെ. അപ്പം നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഏതൊക്കെ വാല്യൂസ് മാറ്റം ഉണ്ടെന്ന് നോക്കുക. ആ BN, BF, LF ഇതിൻ്റെ വാല്യൂസ് എല്ലാം നേരത്തെ സെയിം അല്ല വരുന്നത്, വ്യത്യാസമുണ്ട്. അപ്പോൾ വ്യത്യാസമുള്ളത് ചേഞ്ച് ചെയ്ത് തന്നെ കൊടുക്കുക. എന്നിട്ട് എക്സിൻ്റെ ഫോർമുലയിൽ വീണ്ടും കിട്ടും. അതിൻ്റെ ഒരു ട്രാൻസിഷൻ നമ്മൾ നോക്കുക. ഓരോ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഇപ്പോൾ 10 മീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോന്നും നമ്മൾ ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ട്രാൻസിഷൻ ഇവിടെ എടുത്തേക്കുന്നത്. 0, 2, 4, 6, 8, 10, 12, 14, 15. അപ്പോൾ ഇത് ആ ഇക്വേഷനിൽ ആ വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് എന്ത് കിട്ടും, കറക്റ്റ് ട്രാൻസിഷൻസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കോൺട്രാക്ഷൻ്റെയും എക്സ്പാൻഷൻ്റെയും ട്രാൻസിഷൻ കിട്ടുന്നത്. ഇത് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നതാണ്. വെച്ചാൽ ആ ഒരു ആദ്യത്തെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാണ്. ബാക്കിയൊക്കെ അത് എക്സിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതിയാവും. അടുത്ത് ഞാനിനി ചെയ്യാൻ പോകുന്നത് ട്രഫിൻ്റെ ഡിസൈനാണ്. ട്രഫിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പം ഈ പറയുന്ന ട്രഫ്സ് 2 ഈക്വൽ ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 മീറ്ററിൻ്റെ ഓരോന്നും 5 മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ വാളിൻ്റെ തിക്നെസ് എന്ന് വെച്ചാൽ 0.3 മീറ്റർ ആണ്. ഓക്കെ, ഇതൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളിത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം.
ആൻഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്പെക്ഷൻ റോഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. കാരണം ടഫാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷൻ റോഡ് വേണം, ഫ്രീ ബോർഡ് വേണം. ഫ്രീ ബോർഡ് എന്ന് പറയുമ്പം അറിയാമല്ലോ, നോർമലി ഉള്ള ഒരു വാട്ടർ ഡെപ്തിൽ നിന്ന് മുകളിൽ നിൽക്കത്തക്ക രീതിയിലാണ് നമ്മൾ എപ്പോഴും ഫ്രീ ബോർഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 0.6 മീറ്റർ ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബ്രിഡ്ജിന്റെ സ്ലാബിന്റെ ബോട്ടം ലെവൽ എന്ന് പറയുന്നത് 1.5 പ്ലസ് 0.6 എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ 2.1 മീറ്റർ ആണ് വന്നത് എബോവ് ദി ബോട്ടം ലെവൽ ഓഫ് ട്രഫ്. അതുപോലെ തന്നെ ട്രഫിന്റെ ഹൈറ്റ് ഞാൻ 2.1 ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻറ്റയർ ട്രഫിന്റെ സെക്ഷൻസും ഞാൻ ഒരു മോണോലിത്തിക് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ആയിട്ടാണ് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. യൂഷ്വലി ഇതൊരു സ്ട്രക്ചറൽ മെത്തേഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ തിക്നെസ്, അത് ഔട്ടർ വാളിന്റെ തിക്നെസ് ഞാനൊരു 0.4 മീറ്റർ തിക്നെസ് ആയിട്ടും ബോട്ടം സ്ലാബ് ഒരു 0.4 മീറ്റർ തിക്കായിട്ടും എടുത്തു. ഇതെല്ലാം ഞാൻ കൊടുക്കുന്നതാണ്. അതുപോലെ ഇന്റർമീഡിയറ്റ് പാർട്ടീഷൻ വാൾസ് എന്ന് പറയുന്നത് ഈസ് എക്സ്റ്റെൻഡഡ് ഇൻ എ ട്രാൻസിഷൻ, സോ ഈസ് പ്രൊവൈഡഡ് നെസസറി ക്ലിയർ വിഡ്ത്ത്. ആ ക്ലിയർ വിഡ്ത്ത് 10 മീറ്റർ ആണ് കൊടുത്തേക്കുന്നത്. ഈ കൊടുത്തേക്കുന്ന എല്ലാ സാധനവും ഞാൻ ഈ ഫിഗറിലും കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനലി ഉള്ള ഫിഗർ വരുന്നത്. ഒരു ഔട്ട്ലൈനൊക്കെ കറക്റ്റായിട്ട് നോക്കിയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാർട്ടിലൊന്നും വരയ്ക്കാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. ഫുൾ പാർട്സ് നിങ്ങൾ മെൻഷൻ ചെയ്യണമെന്ന് പറയുന്നില്ല, പക്ഷെ നമ്മളിപ്പം വരച്ച കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ഇതിൽ മെൻഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അക്വിഡക്റ്റിൻ്റെ ഒരു പ്രോബ്ലം.